എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോടുള്ള അഗാധമായ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഹൃദയ ഭിത്തികൾക്കപ്പുറത്തേക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ നിഷ്കളങ്കമായ ഇഷ്ടം നിങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങളിലേക്ക് പറയുവാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ ആ വ്യക്തി ആയിട്ടുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും ആ വ്യക്തിയെ ചുറ്റി നിൽക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിൽ ഒരിഷ്ടം കാത്തു സൂക്ഷിക്കുന്ന, മനസ്സിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളും സങ്കീർണതകളിലൂടെയും കടന്നു വന്നപ്പോഴും നിങ്ങളോടുള്ള ഇഷ്ടം എപ്പോഴും സൂക്ഷിച്ച ഒരു വ്യക്തിയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടായപ്പോഴും നിങ്ങളോടുള്ള ഇഷ്ടത്തെ മാറ്റി മറിച്ചിട്ടില്ല. ആ ഇഷ്ടം എപ്പോഴും അതുപോലെ സൂക്ഷിക്കുകയും അതുപോലെ നിലപാടെടുത്തു പോവുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. എന്നെന്നും മനസ്സിൽ ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടം സൂക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പുറംലോകത്ത് ആരോട് പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പിന്തുണയ്ക്കാത്ത അവസ്ഥ ഉണ്ടായപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടത്തെ ആ വ്യക്തി സൂക്ഷിച്ചു വെച്ചു. സ്നേഹവും ഇഷ്ടവും അല്ലാതെ ഒന്നും ആ വ്യക്തിക്ക് പറയാനുണ്ടായിരുന്നില്ല. എപ്പോഴും നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല, നിങ്ങളത് തിരിച്ച് നൽകുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ വ്യക്തി അതിനോടൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ സ്നേഹിക്കാൻ നിങ്ങൾ മറന്നതിനെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തി. ആ വ്യക്തിക്കത് സഹിക്കാൻ കഴിയുന്നതുമല്ല. സ്നേഹിക്കാൻ നിങ്ങൾ മറന്നുപോയപ്പോൾ ആ വ്യക്തിക്കത് ദുഃഖമായിട്ട് തന്നെ അവശേഷിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽ പ്രതിസന്ധികൾ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും സമാധാനത്തോടെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല. ചില ആളുകൾ നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ അത്രത്തോളം കീറി മുറിച്ചില്ലാതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോഴും പല പ്രതിസന്ധികളും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം മാറ്റി തീർത്തുകൊണ്ട് ഒരുമിച്ച് ഒരേ മനസ്സായിട്ട് നിങ്ങൾക്ക് പോകാൻ ഇനിയും സാധിക്കും. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വ്യക്തിയുടെ ഉള്ളിലെ ഇനിയും പറഞ്ഞ് നിങ്ങളെ അറിയിക്കാത്ത ഇഷ്ടങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ഒരുമാത്ര കണ്ടില്ലെങ്കിൽ പോലും സഹിക്കാൻ കഴിയാതെ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിച്ച് നിൽക്കുന്ന, എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണത്. ഒരുപാട് ആത്മസംഘർഷങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളിലൂടെ. പക്ഷേ അതിലൊന്നും നിങ്ങളോടുള്ള സ്നേഹം കുറയാൻ കാരണമായില്ല. ഇപ്പോഴും നിങ്ങളെ 100% ആത്മാർത്ഥതയോടെ, ഇഷ്ടത്തോടെ വീണ്ടെടുക്കേണ്ടി വരും, വീണ്ടെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ സ്നേഹിക്കുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രശ്നമാക്കാതെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകും. നിങ്ങളോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. ഈ സ്നേഹമൊന്നും പോരാ, ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇതിൽ കൂടുതൽ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തതായിട്ട് പുഷ്പം ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ വഴക്കിടേണ്ടി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും വഴക്ക് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തർക്കം, അഭിപ്രായ വ്യത്യാസം എന്നിവ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ചില ആളുകൾ മനഃപൂർവ്വം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നിങ്ങളുടെ വ്യക്തി പെട്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മിറ്റ്മെൻ്റുള്ള ചില ആളുകളായിരിക്കാം. അവർ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്രകാരം ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടായിട്ടുണ്ട്. അപ്രകാരം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ബാധിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് പലപ്പോഴും നിന്നിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തുമാണ്. പരസ്പരം സ്നേഹിക്കാൻ മാത്രം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം നടന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയാതെ ഉണ്ടായി. വാശി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്കും ആ വാശി വന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. സ്നേഹിക്കാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. എങ്ങനെ അവയെ മറികടക്കാൻ കഴിയും, എങ്ങനെ അത് ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ കഴിയും, അതുതന്നെയായിരുന്നു നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായ വെല്ലുവിളി. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു സൗഹൃദമായൊരു ജീവിതം തന്നെയായിരുന്നു. ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്നും കാത്തു വച്ചതും ആ ഒരു ഇഷ്ടം തന്നെയായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിലൊക്കെ സ്നേഹിക്കാൻ മാത്രം വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയുമായി അടുത്ത ചില ആളുകൾ അവർ സ്വാതന്ത്ര്യം എടുക്കുകയും ആ സ്വാതന്ത്ര്യം നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ വ്യക്തിക്കെതിരെ പോലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും യഥാവിധി കണ്ടെത്തുന്നതിൽ നിങ്ങളുടെ വ്യക്തി പലപ്പോഴും പരാജയപ്പെട്ടു. നിങ്ങൾക്കതുകൊണ്ട് വിഷമമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ എല്ലാം ഒരു വെല്ലുവിളികൾ തന്നെയാണ്. അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കാനും കഴിയില്ല. എത്ര പ്രതിസന്ധികൾ, എത്ര പ്രശ്നങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു ചില സത്യങ്ങൾ. താൻ പിന്താങ്ങിയ അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച ചില ആളുകൾ എന്നെയും എൻ്റെ വ്യക്തിയെയും തമ്മിൽ അകറ്റുകയാണെന്നുള്ള സത്യം ആ വ്യക്തി അറിഞ്ഞു. അത് നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ആ ബന്ധം ദൃഢമായിരിക്കും. കാരണം ഇനി കുഴപ്പങ്ങളുണ്ടാക്കാനുള്ളവർക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ഇതുവരെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് രണ്ടുപേർക്കുമെതിരെ രഹസ്യമായി പ്രവർത്തിച്ചവരുടെ കള്ളക്കളി ആ വ്യക്തി കണ്ടറിഞ്ഞു, മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കും ആ വ്യക്തിക്കും ധൈര്യമായി മുന്നോട്ട് പോകാം. ആ വ്യക്തി അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബന്ധത്തിൽ ദൃഢത കൈവരികയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഒരു സമാധാനം, ഒരു പ്രശ്നം ഒരു സമാധാനം, ആ രീതിയിൽ പോയിരുന്നു. ഒന്നിടവിട്ട് അവരുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാകില്ല. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.